So guys, I'm gonna get a secret to share and so my mom is pregnant, guys. Oh my gosh, I'm gonna be a sister. Oh my god. So guys, I'm like excited to see her. So ചില ഞാൻ എല്ലാ വീഡിയോസും കൂടെ ഷോപ്പിങ്ങിൻ്റെ എല്ലാ വീഡിയോസും കൂടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പം വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ഓക്കെ ബൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ മെദീന ഗൈസ്. അപ്പം നിങ്ങൾ മറ്റൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലോ ഓട്ടോ. സോ ഗൈസ്, അപ്പം നമ്മൾ കുഞ്ഞാവയ്ക്കാണെങ്കിൽ സ്ട്രോളറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകണം. നമ്മൾ പ്രൈമാർക്കിലാണ് മേടിക്കാൻ പോകുന്നത്. നമ്മൾ ലാൻഡിനോടിലാണ് മേടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവിടേക്ക് ആണെങ്കിൽ 38 മിനിറ്റ് ആണ് ഉള്ളത്. സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാവേ. So there's a regular the countryside. It's actually Wales' countryside. So the നമുക്ക് കുറച്ചൊക്കെ ശേഷം കൂടെ നമുക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടോട് പ്രൊനൗൺസ് ചെയ്യാൻ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ അവിടെ ഉള്ള തൊട്ടടുത്തുള്ള കടകളൊക്കെ. പിന്നെ there are like so many like cute stuff that like newborns and kids could have, like so cute guys. നമ്മൾ കുഞ്ഞാവയ്ക്കാണെങ്കിൽ തുണി കുറച്ച് നോക്കണം. എത്ര മാസം തൊട്ടുള്ളതാ? 3 to 6 വരെ ഉള്ളത് ആ തോന്നുന്നത് ഗൈസ്. ഇവിടെ പണ്ട് വന്നിട്ടുള്ളപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ അഗെയിൻ ഇവിടെ ഇപ്പം ഓട്ടം ആൻഡ് ക്രിസ്മസ് ആയിട്ടുള്ള തീംസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ഗേളീസിനായിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്നാണ് ഞാൻ സാധാരണ മേടിക്കാറ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞാവയ്ക്കും നമുക്കൊക്കെ ഷോപ്പൊക്കെ ചെയ്ത് പ്രൈമാർക്കിൽ നിന്ന് ഷോപ്പൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഷോപ്പ് ചെയ്തത് B&M ആണെന്ന് തോന്നുന്നു. B&Mന് ക്രിസ്മസ് ഡെക്കോർ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 99.9% ഇവിടെ ക്രിസ്മസ് ഡെക്കോസാണ്. പിന്നെ ബാക്കിയുള്ളൊരു പെർസെൻറ്റേജ് മാത്രമാണ് വേറെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ഓർണമെൻറ്റിന് വരെ എനിക്ക് തോന്നുന്നു 9-6 pounds ഒക്കെയാണ്. അപ്പോൾ നീ ചോദിക്കേ ഒരു സാന്റാക്ലോസിന് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീക്ക് എത്ര വിലയാവുന്നു? അത് മിനി വേർഷൻസിന്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ക്രിസ്മസ് ലൈറ്റ്സിൻ്റെ അതൊക്കെയുണ്ട്. അതിന് 24 pound quite expensive, you know. പിന്നെ LED സ്ട്രിപ്സിലായിരുന്നു. ദാറ്റ് വാസ് ക്വൈറ്റ് സാഡ് ബിക്കോസ് എനിക്ക് LED സ്ട്രിപ്പ് വേണമായിരുന്നു ടു ഡെക്കറേറ്റ് മൈ റൂം. പിന്നെ LED ലൈറ്റ്സ് കാണിച്ചിട്ടായിരുന്നു ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടുള്ളത് ക്രിസ്മസ് ട്രീൻ്റെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സാധനൻ്റെ ഉള്ളിലുള്ള ഇങ്ങനെ ട്രെയിനൊക്കെ പോകുന്ന വിൻ്റെ സംഭവത്തിന് ഒക്കെ 80 pound ആയിരുന്നു കേട്ടോ ഗൈസ്. ഇവിടുത്തെ വാല്യൂ കാർഡ് കൊടുത്തതിന് മുമ്പ് 80 pound കിട്ടും. ബട്ട് ഇല്ലാത്തവർക്ക് 80 pound കൊടുക്കുന്നതാരും. പിന്നെ ഇതേപോലത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഡിഫറെൻറ്റ് സെക്ഷൻസാണ്, ഓരോ കളറിനോ അതേപോലെ. പിന്നെ ഇൻഫ്ലേറ്റീവ് ആയിട്ടുള്ള സ്നോമാൻ, സാന്റാക്ലോസ്, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇറ്റ്സ് സോ കൂൾ, ലൈക്ക് യു ഹാവ് ടു ഗോ ദെയർ. നമ്മുടെ നെക്സ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കുഞ്ഞാവയ്ക്ക് സ്ട്രോളറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകണം. അപ്പം അവിടെ എത്തിയിട്ട് കാണാതെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഉള്ളിലെത്തിയിട്ടൊക്കെ കാണിച്ചു തരാവേ. സോ നമ്മൾ കുഞ്ഞാവയ്ക്കൊക്കെ സ്ട്രോളറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നമ്മുടെ സ്മിറ്റ്സിലാണ്. എനിക്കങ്ങനെ UK ഫസ്റ്റ് ബെസ്റ്റ് toy shop and stuff ഈ സ്മിത്സ് ആണെന്ന് തോന്നുന്നു. സോ ഇവിടെ പലതരം ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേബീസിന് വേണ്ട ക്രിബും അങ്ങനത്തെ പലതരം കാസീറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 3-in-1 ആയിട്ടുള്ള സ്ട്രോളർ ആട്ടോ മേടിച്ചത്, കാസീറ്റൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതും. പിന്നെ നമ്മൾ ബെഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കുഞ്ഞു സെക്ഷനാണ് ഈ ബേബീസിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഇപ്പം ഇവിടെ നല്ല ചീഞ്ഞ മഴയാണ്. സാധനങ്ങളാണെങ്കിൽ മുഖാലും കയറാത്തൊരവസ്ഥയാണ്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ കയറ്റി, കാരണം എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഗൈസ് ഞാൻ ഇരിക്കുന്നത്. ബാക്കി വീഡിയോ എടുക്കാതിരുന്നാൽ പറ്റിയത് ബിക്കോസ് മഴ പെയ്തുകൊണ്ടൊക്കെയാണ്. സോ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ ബാക്കി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം. ഇതാണ് മേടിച്ചത്. പിന്നെ നമ്മൾ കുറേ തുണി മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് കുറേ 2 സ്കുഷീസ് മേടിച്ചു. പിന്നെ ഇത് പിന്നെ കാരിയർ മേടിച്ചു.
പിന്നെ ആണെങ്കിൽ ഈ ഫീഡിങ് കൊടുക്കുന്ന നേരത്തെ വേറെ പില്ലോ മേടിച്ചു കേട്ടോ ഗൈസ്. അപ്പം ഞാൻ തുണിയൊക്കെ കാണിച്ചു തരാം. ബാഗ് 1 കാണിച്ചു തരാം. ബാഗ് 1 ജെൻഡർ അറിയില്ല നമുക്ക് വരായിട്ട് നമ്മൾ എല്ലാം നോക്കി ജെൻഡർ അറിയില്ലാത്തതുകൊണ്ട് നോ ചോയ്സ് ബട്ട് മേടിക്കാൻ ന്യൂട്രൽ ആയിട്ട് മേടിക്കുന്ന സോക്സ് ബ്രൗൺ വൈറ്റ് കളറുള്ള സോക്സ് മേടിച്ചു. പിന്നെ ബേബി ജാക്കറ്റ് മേടിച്ചു. ജാക്കറ്റ് റെസിപ്പറുണ്ട്. പിന്നെ നമ്മൾ ആണെങ്കിൽ ഈ 3 സ്ലീവ് സ്യൂട്ടാണ് മേടിച്ചത്. അത് ബ്രൗൺ കളർ ആയിട്ടുള്ളതാണ്. നമുക്ക് അറിയാത്തതാണ് നമ്മൾ മേടിച്ചത്. അടുത്ത് തന്നെയാണ് ലെഗിൻസ്. സാധാരണ പ്ലെയിൻ ലെഗിൻസ് ആണ്. ഇത് കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ട്. അതിന് എൻ്റെ ഇരിക്കുന്നത് പിന്നെ അതാണ്. പിന്നെ അടുത്തത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സോക്സസ് ആണ്. 7 പേരുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഓവർ സൈസ് ടീഷർട്ട് വാങ്ങി. ഇതെനിക്ക് എക്സ്ട്രാ സ്മോൾ ആണ്. എക്സ്ട്രാ സ്മോൾ. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വളരെ ഒരു ടീഷർട്ടാണ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഈ റെഡ് വെൽവെറ്റ് കളർ ആയിട്ടുള്ള ഒരു ബോയാണ്. പിന്നെ ആണെങ്കിൽ ഈ ഒരു ബോയ് കളർ സോക്സ് ആണ്. 2 പേരുണ്ട്. എനിക്ക് പിടിച്ചാൽ ഇതാണ്. കുറച്ച് നീളമുള്ള സോക്സാണ്. അടുത്തത് ഇതാട്ടോ. അടുത്തൊരു പ്രീ ബേബി സൂട്ടാണ്. പ്രീ പേര് മിക്കി മൗസിൻ്റെ ഇത് ഇതൊരു സെറ്റാണ്. ഒരു പിജാമ സെറ്റാണ് നമുക്ക് ഈ ഒരു ഡാർക്ക് ബ്ലൂ വിത്ത് സ്റ്റാർസ് ഫോർമാറ്റ് കളറാണ്. സ്ലീവ് ആട്ടോ. സ്ലീവ്. പിന്നെ വേറെ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള 2 കോസി സോക്സ് ആണ് എനിക്ക്. പിന്നെ നമ്മൾ വെച്ചത് അപ്പയ്ക്കാണെങ്കിൽ ഒരു ജാക്കറ്റാണ്. ഒരു ബ്ലാക്ക് കളറുള്ള ജാക്കറ്റ്. പിന്നെ എനിക്കൊരു ചീപ്പാണ് എനിക്ക് വെച്ചത്. സോ സെക്കൻഡ് ബാഗ് കാണിച്ചാൽ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ബാഗിനകത്ത് ക്യൂട്ട് ആയിട്ടുള്ള ഗ്ലൗസ് ആണ്. വൈറ്റ് ഗ്രേ കളർ പിന്നെ ഒരു ബ്ലൂ കളർ ആയിട്ടുള്ള ഒരു പിന്നെ ഈ 2 കളറുള്ള ഒരു ബേബി സൂട്ടാണ്. ലിറ്റിൽ ബെയർ എന്നൊക്കെ എഴുതിയിട്ടുള്ളതും. പിന്നെ ഇത് ഒരു ബേബി എലിഫന്റ് ഒക്കെ ഇങ്ങനെ കുറേ കളിക്കുന്നത് ചട്ടിക്കുന്നത്. ഇത് 3 to 6 months വരെയുള്ളതാണ് ഗൈസ്. പിന്നെ കുഞ്ഞായിട്ടൊരു കോസി ആയിട്ടുള്ളൊരു പോലത്തെ സെറ്റപ്പാണ്. സോ അടുത്തത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് കുറച്ച് ഓവർ സൈസ് ചെയ്തത് ഇതാണ് 72. പിന്നെ അടുത്തത് അമ്മയ്ക്കാണെങ്കിൽ ഒരു വലിയൊരു ജാക്കറ്റാണ്. കാണാൻ വലിയ ജാക്കറ്റ്. പിന്നെ എനിക്ക് ഇതേപോലെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ജാക്കറ്റ്. അപ്പം ഇത്രയുള്ള ഗൈസ് ലവ് യു ബൈ. ഞാനാണെങ്കിൽ വെച്ചാൽ ബാഗ് നമ്പർ 3 കൂടെ ഉണ്ടായിരുന്നു ഗൈസ്. അതേ മറന്നുപോയി. ബാഗ് നമ്പർ 3 ഞാൻ പറഞ്ഞില്ലേ, ഫീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫീഡിങ് ചെയ്യാണ്ട് കിടക്കാൻ അതൊക്കെ പറ്റും തോന്നുന്നു. അതൊക്കെ പറ്റുന്ന ഒരു ഫീഡിങ് ബാഗാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേബി ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ക്യാരി ബാഗാണ്. 4 in 1 ആണ്. നമുക്ക് ഈ 4 വേയില് ചെയ്യാൻ പറ്റും. കണ്ടു 4 വേയില് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 300 pound കൂടുതൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് 50 pound ഡിസ്കൗണ്ട് കിട്ടും. സോ 50 pound ഡിസ്കൗണ്ട് കിട്ടിയതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം മേടിച്ച് വിത്ത് ആ പ്രിങ്കിൾസിന്റെ സംഭവം ഉള്ളത് കണ്ട. ഇത് ഇനി ബോയിൽ ചെയ്തതൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതാണ് അടുത്തത് ഇതൊരു മിക്കി മൗസ് അല്ലേ? മിക്കി മൗസ് ഒരു കേക്ക് ഇങ്ങനെ പിടിച്ച് തിന്നാൻ പോകുന്നത് ഞാൻ. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ലവ് യു ബൈ.